ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നന്ദയും ഗൗതവും ഇച്ചിരി പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പിങ്കിയും അതുപോലെ അർജുനും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ഈ റൊമാൻസ് സീൻ കണ്ടപ്പോഴത്തേക്കും പിങ്കി ഭദ്രകാളിയുടെ കണ്ണുമായിട്ട് അങ്ങനെ നിൽക്കാൻ തുടങ്ങിയില്ലേ. ആ സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും ഒരു ചമ്മലും നാണോ ഒക്കെ. പെട്ടെന്ന് അർജുൻ ഇങ്ങനെ പിങ്കിയെ ഒരു നോട്ടം. പിങ്കിക്ക് ദഹിച്ചില്ല, ഒട്ടും ദഹിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇത് എന്ത് പരിപാടിയാണ് രണ്ടുപേരും കൂടി ഇന്ന് പിങ്കി ഇവരോട് ചോദിക്കുന്നു. അപ്പോൾ ഗൗതം നന്ദ ഇങ്ങനെ നോക്കുക കേട്ടോ. മറ്റുള്ളവർ കൂടി താമസിക്കുന്ന വീട്ടിൽ വാതിൽ അടച്ചിടുക എന്നുള്ളൊരു സാമാന്യ മര്യാദയുണ്ട് എന്ന് പിങ്കി കുശുമ്പ് കയറി പറഞ്ഞപ്പോൾ അതിനിപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? ഞാൻ ഈ പൂവൊന്ന് മണപ്പിച്ചതാണോ പ്രശ്നമെന്ന് ഗൗതം ചോദിച്ചു. നിങ്ങൾ വലിയ കീരിയും പാമ്പും കളിയല്ലേ, പിന്നെ ആരെ കാണിക്കാനാ ഈ ഷോ എന്ന് പിങ്കി ചോദിക്കുന്നു. പിങ്കി ചോദിക്കുന്നതിൻ്റെ അർത്ഥം ഗൗതത്തിനും നന്ദയ്ക്കും വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ പാവം അർജുൻ ഇങ്ങനെ നിൽക്കുമല്ലേ. അപ്പോൾ ഈ സമയം ഗൗതം സാർ ഞാൻ ഇറങ്ങുകയാണെന്നും പറഞ്ഞു നന്ദ പോകാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ശരിയെന്നും പറഞ്ഞു ഗൗതം യാത്രയാക്കുമ്പം നന്ദയ്ക്കതങ്ങ് ഇഷ്ടപ്പെട്ട് തോന്നുന്നില്ല അല്ലേ അർജുൻ എന്ന് പിങ്കി ചോദിച്ചപ്പോൾ അപ്പോൾ ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്നും പറഞ്ഞു പിങ്കിക്കിട്ട് അവിടെയും കൊടുത്തു. അതായത് ഗൗതത്തിൻ്റെയും നന്ദയുടെയും രഹസ്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാൻ ചെന്ന പിങ്കിക്കിട്ട് അത് നല്ല പൊളി മറുപടിയായിരുന്നു. പിങ്കി നാറി വെളുത്തു. അപ്പം അത് കലക്കി എന്ന് നമ്മുടെ ഗൗതം അർജുനോട് പറയുകയും ചെയ്തു. ഇനി എൻ്റെയും നന്ദയുടെയും കാര്യം പിങ്കിയുടെ ബിസിനസ് പരിധിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിരിക്കും എന്ന് നമ്മുടെ ഗൗതം പറഞ്ഞു. പിങ്കി എന്ന് അർജുനും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. തുള്ളിച്ചാടി എന്നിട്ട് പിങ്കി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ സോറി ഗൗതമേട്ടാ എന്ന് പറഞ്ഞ് അർജുൻ സോറി പറയുമ്പോൾ അതൊന്ന് നീ കാര്യമാക്കണ്ടടാ എന്ന് ഗൗതം പറയാം. അങ്ങനെ അത് കഴിഞ്ഞു പിങ്കി റൂമിൽ പോയിരിക്കുന്നു. മുഴുഭ്രാന്തിയായിട്ട് ഇങ്ങനെ വട്ട് കയറി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും എന്തേ നമ്മുടെ അർജുൻ അങ്ങോട്ടേക്ക് ചെന്നു. നിനക്ക് എന്ത് പറ്റി പിങ്കി എന്ന് ചോദിച്ചു. മനസ്സിലായില്ല. മനസ്സിലാവാത്തതോ അതോ മനസ്സിലാവാത്തതുപോലെ ഭാവിക്കുന്നതോ? അപ്പോൾ കാര്യം എന്താണെന്ന് തെളിച്ചു പറഞ്ഞാൽ എനിക്കത് മനസ്സിലാകും. അല്ലാതെ അർജുൻ്റെ മനസ്സിൽ ചകഞ്ഞു നോക്കേണ്ട കാര്യം എനിക്ക് എന്താണെന്ന് ചോദിച്ചപ്പം പിന്നെ എവിടെ ചകഞ്ഞു നോക്കാനാണ് നിനക്ക് താല്പര്യം? ഗൗതത്തിൻ്റെയും അല്ല ഗൗതമേട്ടൻ്റെയും നന്ദയുടെയും പേഴ്സണൽ ലൈഫിലോ? അതാണോ? മനുഷ്യരെ ഇത്രയ്ക്ക് തരം താഴാൻ പാടില്ലെന്ന് അർജുൻ പിങ്കിയോട് പറയണം. ഒരു മുറിയിൽ കയറി ചെന്ന കാര്യം പറഞ്ഞിട്ട് ഇറങ്ങി പോരുന്നത് ആ അന്തസ്. പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു. അല്ലാതെ അവിടെ ഇവിടെ നോക്കി അതെന്താണ് ഇതെന്താണ് എന്നൊക്കെ ചോദിക്കുന്നതേ നാണം കെട്ട പരിപാടിയാണെന്ന് പറഞ്ഞപ്പം ഇത്ര നാണം കെടാൻ എന്തിരിക്കുന്നു? ഗൗതവും നന്ദയും പിണക്കത്തിലാണെന്നാ ഭാവിക്കുന്നത്. പിന്നെന്തിനാ മുല്ലപ്പൂ മാല മണപ്പിച്ച് ഷോ കാണിക്കുന്നത്? അത് ചോദിച്ചതാണ് ഇത്ര വലിയ ക്രൈം എന്ന് പിങ്കി അർജുനോട് ചോദിച്ചു. അവർ ഷോ കാണിച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യണം. അവർ കാണിച്ചത് ഷോയാണെന്ന് അർജുനും സമ്മതിക്കണം. അത്രയേ ഉള്ളൂ ഇവിടെ പ്രശ്നം. അപ്പം നീ എന്താ കരുതി വെച്ചിരിക്കുന്നത്? ഗൗതമേട്ടനും നന്ദയും നിന്റെ കളിപ്പിള്ളകളാണെന്നാണോ എന്ന് ചോദിച്ചു. പിങ്കിക്കൊന്നും പറയാനില്ല കേട്ടോ. പിങ്കി ശരിക്കും എടുത്തിട്ട് മുടുക്കുവാണ്. നീ മുള്ളും മുനയും വെച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും നീ വരയ്ക്കുന്ന വരയിലൂടെ നടക്കാനും നിന്റെ വാക്കിനനുസരിച്ച് തുള്ളാനും അവരെ കിട്ടണമെന്നാണോ നിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചു. അർജുൻ ഇത്രയ്ക്ക് ക്ഷോഭിക്കാനും ഷൗട്ടിയാനും എന്തിരിക്കുന്നു എന്ന് ചോദിച്ചു പിങ്കി അന്നേരം. ഇതൊക്കെ ഞാൻ ഗൗതമിനോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടല്ലേ ചോദിച്ചത്. ഒരു സുഹൃത്തിനോട് കാണിക്കുന്ന സ്വാതന്ത്ര്യം എനിക്ക് കാണിച്ചൂടെ എന്നൊക്കെ ചോദിച്ചപ്പം ഗൗതമേട്ടനും നന്ദയും നിന്റെ സുഹൃത്തുക്കളല്ല എന്ന് അർജുൻ അടിവരയിട്ട് പറഞ്ഞു. എൻ്റെ ഏട്ടനും ഏട്ടത്തിയാ. അതിൻ്റെ അർത്ഥം നീ ചേട്ടൻ്റെ സ്ഥാനത്താണ് ഗൗതമേട്ടനെ കാണേണ്ടത്. അതിൻ്റെ ബഹുമാനവും മര്യാദയും നീ അവർക്ക് കൊടുത്തിരിക്കണം. ആ ഒരു മര്യാദയോടുകൂടി വേണം നീ ഓരോ വാക്കും സംസാരിക്കാൻ. പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു. മേലിൽ നീ ഒരു കാര്യത്തിലും തടയിടാൻ പോയേക്കരുത്. ഇറ്റ്സ് എ വാണിംഗ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുന അവിടെ ഇട്ട് പൊളിച്ചടിക്കുകയില്ലേ പിങ്കി എന്ന പണ്ടാരത്തിനെ. അതൊക്കെ കേട്ട് നാണം കേട്ട് പിങ്കി അങ്ങ് പോകുമ്പോഴേക്കും പിങ്കി പിടിച്ചങ്ങോട്ടേക്ക് നിർത്തി. ആ സമയത്ത് പിങ്കി ഇങ്ങനെ അന്തിച്ചിങ്ങനെ നോക്കുക കേട്ടോ. ശരിക്കും പിങ്കിയുടെ അഹങ്കാരം അവസാനിപ്പിച്ച് കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് അർജുൻ അറിയാം. വിടുന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ എന്നും പറഞ്ഞു പിങ്കി ഭയങ്കര കറിച്ചാണ്. പിടിച്ചതൊരു ഒന്നൊന്നര പിടുത്തമായിരുന്നു. അപ്പം വിട് അർജുൻ എന്തായി കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അർജുൻ്റെ കലി അത്രയ്ക്കുണ്ട്. പിങ്കിയുടെ കൈ പിടിച്ച് ഞെരിച്ച് ഒട്ടിക്കുക കേട്ടോ. അങ്ങനെ പിങ്കിക്ക് ഭയങ്കര വേദന. അർജുൻ പിടിവിടാൻ പറഞ്ഞു. അപ്പം നീ പറഞ്ഞ സത്യം തന്നെയാ, എനിക്ക് ചില സമയത്ത് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ പിങ്കിയുടെ കൈ തിരിച്ച് ഒടിക്കുക. പക്ഷെ അത് മറ്റാരെയും കുറിച്ച് ഓർത്തിട്ടല്ല, നിന്നെക്കുറിച്ച് ഓർത്തിട്ട് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ ഇങ്ങനെ പറഞ്ഞു. പിങ്കിക്ക് ഇത് മനസ്സിലാവുന്നില്ല. പിങ്കി ഇങ്ങനെ നോക്കിക്കോ. നിനക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞ് തെരഞ്ഞു നടക്കാൻ എന്ത് ഉത്സാഹമാണ്. എൻ്റെ മനസ്സിലേക്ക് നോക്കേണ്ട കാര്യം നിനക്കില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അർജുൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. എൻ്റെ മനസ്സിൽ എന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ പിങ്കിയെന്നും പറഞ്ഞു. പിങ്കിക്ക് വേദനിച്ചിട്ട് പാടില്ല. അർജുൻ പ്ലീസ് എൻ്റെ കൈ വേദനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുക പിങ്കി വേദനിച്ചിട്ട്. ആ സമയത്ത് ഇറുക്കി അങ്ങ് പിടിച്ചിട്ട് നമ്മുടെ അർജുൻ ആ കൈ അങ്ങ് വിടിയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അർജുൻ നെർവസ് ആയിപ്പോയി. അപ്പോൾ തന്നെ വേദനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് അർജുൻ പിങ്കിയോട് പറഞ്ഞു. പക്ഷേ
ഒരു കാര്യം കൂടി ഞാൻ തന്നോട് പറയാം പിങ്കി. അപ്പോൾ പിങ്കി ഇങ്ങനെ നോക്കി നിൽക്കുക. അർജുൻ്റെ ആ ഒരു മാനസികാവസ്ഥ അത് ഭയങ്കരമായിരുന്നു ആ ഒരു സെക്കൻഡ് നേരത്തേക്ക്. നീ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മുടെ അർജുൻ പിങ്കിയോട് പറഞ്ഞു. പിങ്കിക്ക് അതൊന്നൊരു പ്രശ്നമേ അല്ല. പിങ്കി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഒന്നും മനസ്സിലാവാത്ത വിഡ്ഢിയായതുകൊണ്ടൊന്നും അല്ല ഞാനിങ്ങനെ നിൽക്കുന്നത് എന്നും അർജുൻ പിങ്കിയോട് പറഞ്ഞു. പിങ്കിയുടെ സകല കള്ളത്തരങ്ങളും പൊളിച്ചു കൊടുത്തു. എൻ്റെ സ്നേഹം എന്നെങ്കിലും വിലമതിക്കപ്പെട്ടേക്കാം എന്നുള്ള ആ ഒരു ഒറ്റ പ്രതീക്ഷയിൽ മാത്രമാണെന്ന് പറഞ്ഞപ്പോഴും പിങ്കിക്ക് അതൊന്നും പ്രശ്നമേ അല്ല. നമ്മുടെ അർജുൻ മനസ്സ് തുറന്ന് പിങ്കിയുടെ മുന്നിൽ സംസാരിക്കുക. അവസാനം അർജുൻ കരയുമോ പിങ്കിയുടെ മുന്നിൽ നിന്ന്. അങ്ങനെ പാവം നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അർജുൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് വല്ലാത്തൊരു ഇതുപോലെ. എന്നിട്ട് പിങ്കി അവിടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. അത് എന്ത് സംഭവിച്ചാലും പിങ്കിയെ ബാധിക്കുന്നതല്ല എങ്കിൽ പോലും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അരുന്ധതി അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. പിങ്കി എന്തോ കറക്കിയറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ വല്യമ്മായി ശ്രദ്ധിച്ചപ്പോൾ വല്യമ്മായി എന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. അതെ, ഒരു വലിയ കുടുംബത്തിലെ കാരണവത്തിയായി പോയില്ലേ, കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു. അല്ല എന്നാലും ഇപ്പം ആരെക്കുറിച്ച് ആലോചിച്ചേ എന്ന് പിങ്കി ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞ ഗൗതമനെയും നന്ദയെയും കുറിച്ചാണ് ഞാൻ ആലോചിച്ചത് എന്നിങ്ങനെ പറയുവാണ് അരുന്ധതി. അപ്പോഴേക്കും പവിത്ര അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക നമ്മുടെ പിങ്കി. അപ്പോൾ മോഹിനി അങ്ങോട്ടേക്ക് വന്നിട്ട് ഏട്ടത്തി അന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു ശിക്ഷയെക്കുറിച്ച്, അതാണോ ആലോചിച്ച്, എങ്കിൽ നന്നായി എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി അവിടെ നിന്ന് കുശുമ്പ് കുത്തുമ്പോഴേക്ക് ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എന്ത് ശിക്ഷയാണെന്ന് അരുന്ധതി ചോദിച്ചു. അല്ല അന്ന് നന്ദ തിരിച്ചു വന്നപ്പോൾ ആരോടും പറയാതെ പോയതിന് പിന്നെ വഴക്കിട്ടതിന് അന്ന് രണ്ടുപേർക്കും ശിക്ഷയുണ്ടെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു. പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ലക്ഷ്മിയുടെ ഉള്ളു കിടന്ന് ഇടിക്കാൻ തുടങ്ങി. അപ്പോൾ അതോ അപ്പോഴേക്കും പിങ്കി കറക്കരിയിലൊക്കെ നിർത്തി ഓടി വന്നു. വല്യമ്മായി ഇപ്പോഴാണെങ്കിൽ ശിക്ഷ കൊടുക്കാൻ പറ്റിയ സമയമാണെന്നും പറഞ്ഞാൽ പിങ്കി വരുന്നേ. നന്ദ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുക, അമ്മയിൽ മുളക് അരയ്ക്കാനോ ആട്ടുകല്ലിലും അരി അരയ്ക്കാനോ എന്ത് വേണമെങ്കിലും പറയാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ദൈവമേ, ഇനി മേലിൽ വല്യമ്മ പറയുന്നതിനപ്പുറം പോകരുതെന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും പവിത്രയും പറഞ്ഞു. അപ്പോഴേക്ക് ലക്ഷ്മി അങ്ങോട്ടേക്ക് ചെന്നു. നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാണ്, നിങ്ങൾക്കൊക്കെ എന്ത് കേടാന്ന് ചോദിച്ചു. എന്നിട്ട് ലക്ഷ്മി ഒച്ചയെടുത്തപ്പം നിങ്ങളെന്തിനാ ഞങ്ങളോട് ചാടിക്കടിക്കുന്നതെന്ന് ലക്ഷ്മിയോട് ചോദിക്കുവാണേ ഈ മോഹിനി. ഏട്ടത്തി ഇവരൊന്നും പറയുന്നത് എൻ്റെ ഏട്ടത്തി കേൾക്കരുതെന്ന് ലക്ഷ്മി പറഞ്ഞു. അപ്പോൾ എന്ത് കേൾക്കണം എന്ത് കേൾക്കണ്ട എന്ന് ഞാൻ തീരുമാനിക്കും. നീ പോയി ഗൗതമനെയും നന്ദിയെയും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് അരുന്ധതി ലക്ഷ്മിയോട്. ഏട്ടത്തി ഞാൻ പറയുന്നത് കേൾക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല ലക്ഷ്മി, പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ലക്ഷ്മി ഓടിച്ചു വിടുക. ലക്ഷ്മി അന്നേരത്തേക്ക് അവിടെ നിന്ന് പോയി ബാക്കി പൂതന കൂട്ടങ്ങളെല്ലാം കൂടി ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് അവൾക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പം എന്നും പറഞ്ഞ അരുന്ധതി ഇങ്ങനെ തലയാട്ടുന്നു. വളരെ ഹാപ്പിയാണ് മൂന്നെണ്ണങ്ങളും. അരുന്ധതി ഇങ്ങനെ എന്ത് ശിക്ഷ വിധിക്കും എന്നുള്ള ആകാംക്ഷയിൽ ആ സമയത്ത് അകത്ത് കയറി ചെന്ന് നന്ദയോട് നമ്മുടെ ലക്ഷ്മി കാര്യം പറഞ്ഞു. മോൾക്കും അതുപോലെ ഗൗതമോനും വേണ്ടിയിട്ടൊരു പാര താഴെ പണിയുന്നുണ്ടെന്നോ. എന്തു പാര? നന്ദമോൾ പിണങ്ങിപ്പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഒരു ശിക്ഷയുണ്ടെന്ന് ഏട്ടത്തി പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ നന്ദ ഇങ്ങനെ നോക്കുന്നു. ഗൗതവും ഇങ്ങനെ വല്ലാതെ ആയിട്ടോ. അന്നേരം പറഞ്ഞ കാര്യങ്ങൾ ഇവരാലോചിക്കുക. അപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞു. വലിയടത്തി അതങ്ങ് മറന്നു നടക്കുമായിരുന്നു. അവരെല്ലാവരും ചേർന്ന് ഇപ്പം അത് വലിയടത്തിയെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണെന്നും പറഞ്ഞ് ശിക്ഷ തരാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണെന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് വല്ലാതെയായി. ഇനിയിപ്പോൾ എന്ത് വലിയ ശിക്ഷയായിരിക്കും എന്ന്. അപ്പോൾ എന്ത് ശിക്ഷ കിട്ടുന്നത്? അപ്പോൾ അതൊന്നും അറിയില്ല, ഏടത്തിയുടെ മനസ്സിൽ എന്താണെന്നൊക്കെ ആർക്കറിയാവെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞപ്പോൾ എന്താണേലും പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതവും നന്ദയും കൂടെ പോടും. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പം പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറാവും നന്ദ. അപ്പം പിന്നെ ഇതിനേക്കാളും വലിയ അഹങ്കാരമായിരിക്കും നമ്മൾ കാണേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കി അന്നേരം പറയാം. അപ്പോൾ അത് ശരിയാ, അവളുടെ പത്തിക്കിട്ട് കിട്ടുന്നൊരടിയായിരിക്കണം ഈ ശിക്ഷ എന്നൊക്കെ പറഞ്ഞപ്പം ഒന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി. പിങ്കി ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് അവർ ഇറങ്ങി വരുന്നു. അപ്പോൾ എന്താ വല്യമ്മേ എന്ന് ചോദിച്ചു. ഗൗതം വന്നു. എന്തിനാ വിളിപ്പിച്ചതെന്ന് ലക്ഷ്മി പറഞ്ഞു കാണുമല്ലോ അല്ലേ എന്ന് അരുന്ധതി ചോദിച്ചപ്പം പറഞ്ഞു. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ വല്യമ്മേ എന്ന് ഗൗതം ചോദിക്കാം. അപ്പോഴേക്കും എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക വല്യമ്മ. ആ സമയത്ത് പിങ്കി ആകാംക്ഷാഭരിതയായി നോക്കിയിരിക്കുന്നു. ഞാനും നന്ദയും സമാധാനത്തിൽ ജീവിക്കാം, അതിൻ്റെ ഇടയിൽ പിന്നീട് നുഴഞ്ഞു കയറി വെറുതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ആരാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നിന്റെ ഭാര്യ ഓരോ തോന്നിയാസങ്ങൾ കാണിക്കുന്നെന്നും പറഞ്ഞു നീ തന്നെയല്ലേ പൊട്ടിത്തെറിച്ചതും അട്ടഹസിച്ചതും ഒക്കെ, വേറെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ശരിയാ, പക്ഷേ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷേ ഇനി വരാനിരിക്കുന്നത് എന്താണെന്ന് ആർക്കറിയാമെന്ന് പിങ്കി പറഞ്ഞപ്പോഴത്തേക്കും അർജുൻ ഇറങ്ങി വന്നു. അങ്ങനെ ഇവരെ ഒരു എന്താ പറയുന്നത് കോടതി മുറിയിൽ വിസ്തരിക്കുന്നത് പോലെ കൊണ്ട് ഇങ്ങനെ നിർത്തിയിരിക്കാം. അപ്പോൾ ഇതുവരെ തീർന്നില്ല ഇതെന്നും ചോദിച്ചുകൊണ്ടാണ് അർജുൻ വരുന്നത്. എന്താ പിങ്കി
നീ എന്തോ പറയുന്നത് കേട്ടല്ലോ, എന്താന്ന് ചോദിച്ചപ്പം ഞാനല്ല വല്യമ്മായി ഇവർക്ക് എന്തോ ശിക്ഷ കൊടുക്കാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി തലയൂരി. അപ്പം ശിക്ഷ എന്ത് ശിക്ഷയാണെന്ന് അർജുൻ ചോദിച്ചു. ലക്ഷ്മി അവിടെ നിന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കുക കേട്ടോ. ആരും ഇതിൽ ഇടപെടാൻ നിൽക്കണ്ടെന്ന് അരുന്ധതി അന്നേരം പറഞ്ഞു. അതെന്താ ആരും ഇടപെടേണ്ടാത്തത്? കുടുംബത്തിലൊരു അന്യായം നടന്നാൽ ഇടപെടണ്ടെന്ന് ചോദിച്ചു അർജുൻ. അപ്പം ഇത് എൻ്റെ ന്യായമാണ്. കഴിഞ്ഞ 1 വർഷമായി ഗൗതവും നന്ദയും മറ്റുള്ളവരെ കുരങ്ങ് കളിപ്പിക്കായിരുന്നു, ഇനി അത് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി. അപ്പം എന്താണെന്ന് അറിയാനായിട്ടുള്ളൊരു ഇതിലേക്കുക. അപ്പോൾ വല്യമ്മായി എന്താ ഇവർക്ക് വിധിച്ചിരിക്കുന്ന ശിക്ഷ? ജീവപര്യന്തം കഠിന തടവാണോ എന്ന് ചോദിച്ചു. അപ്പം തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നതിൽ അർജുൻ എന്താ എത്ര എതിർപ്പ് എന്ന് പിങ്കി ചോദിച്ചപ്പം ഭാര്യയും ഭർത്താവും അടിയും വഴക്കും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് ശിക്ഷ ഉണ്ടെങ്കിൽ, അതിന് കഴിഞ്ഞ 1 വർഷം മുഴുവൻ വഴക്കിട്ടവർക്ക് എന്ത് ശിക്ഷയാണ് കിട്ടേണ്ടതെന്ന് പിങ്കിയോട് ചോദിച്ചു അർജുൻ. അപ്പോൾ പിങ്കി എന്നും പറഞ്ഞുകൊണ്ടൊരു തിരിയലും തിരിഞ്ഞ് അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നന്ദയ്ക്കും ഗൗതത്തിനും സന്തോഷമായി. കാരണം അർജുൻ കട്ടയ്ക്കുണ്ട്, വെറുതെ നാവിട്ട് വളയ്ക്കണ്ട, 2 തവണ ആലോചിച്ചിട്ടേ സംസാരിക്കാവൂ എന്ന് അർജുൻ പിങ്കിയോട് പറഞ്ഞു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഈ വീട്ടിൽ താമസിക്കണമെന്നുണ്ടെങ്കിലേ ഗൗതവും നന്ദയും ഞാൻ പറയുന്ന ശിക്ഷ അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അതെന്താണെന്ന് ഓർത്ത് ഇവരിങ്ങനെ നിൽക്കുക. ഏതായാലും ശിക്ഷ എന്താണെന്ന് കേൾക്കട്ടെ, അതിനുശേഷം തീരുമാനിക്കാം ഞാനും നന്ദയും ഇവിടെ നിൽക്കണോ വേണ്ടോ എന്നുള്ളത്. അപ്പം ശിക്ഷ 1, നിങ്ങൾ 2 പേരും പൂർണ്ണ അർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും നന്ദയും ഗൗതവും ചിരിക്കുക. പിങ്കി ഞെട്ടി കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ലക്ഷ്മിയും ഞെട്ടി. പക്ഷെ അർജുന് ഭയങ്കര സന്തോഷമായി. പവിത്രയും മോഹിനിയൊക്കെ ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കുക. പിന്നെ ശിക്ഷ 2, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഗൗതമിൻ്റെ കുഞ്ഞിനെ നന്ദ ഈ വീടിന് നൽകണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതവും നന്ദ ഇങ്ങനെ നോക്കി നിൽക്കുക. പിങ്കി യോ എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടക്കണ്ണ് ഉരുട്ടിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഈ ഏട്ടത്തിക്ക് ഇത് എന്താണെന്ന് മോഹിനി ഇങ്ങനെ നോക്കുന്നു. ആ സമയം ലക്ഷ്മി നെഞ്ചിൽ കൈ വെച്ച് ഈശ്വരന്മാരെ വിളിക്കുക. അപ്പോഴേക്കും അർജുന് സന്തോഷമായി. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടോ. അരുന്ധതി ആദ്യമായിട്ട് നല്ല കാര്യം ചെയ്തല്ലോ, ഈ കരാറെ നിങ്ങൾ പാലിക്കണം, ഇതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുന്ധതി ഇങ്ങനെ പറയുമ്പോൾ പിങ്കി ഇങ്ങനെ തള്ളയും നോക്കും അങ്ങോട്ടും നോക്കും കേട്ടോ. എന്തായാലും പിങ്കിക്ക് വലിയൊരു തിരിച്ചടി. അപ്പോൾ ദേ വല്യമ്മയുടെ ഈ ഒരു ശിക്ഷ അത് നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ കേട്ടോ എന്ന് നമ്മുടെ അർജുനും പറഞ്ഞ് അങ്ങനെ ആ ഒരു വലിയ സന്തോഷത്തിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനൊരു അനുഗ്രഹം കിട്ടാൻ ഞാൻ എന്തോരം പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയെന്നറിയാവോ എന്ന് ലക്ഷ്മി അന്നേരം അവിടെ നിന്ന് പറയാം. പിങ്കി അപ്പോഴത്തേനും കത്തിയിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നവവധുവരന്മാരെ പോലെ ഇവരെ മണിയറയിലേക്ക് കടത്തി വിടണമെന്നും ചടങ്ങുകളൊക്കെ നടത്തണമെന്നൊക്കെ പറഞ്ഞു നമ്മുടെ വല്യമ്മ. അപ്പോൾ എനിക്ക് ആ കുഞ്ഞിനെ കാണണം, ആ കുഞ്ഞിൻ്റെ ശബ്ദം ഈ വീട് മുഴുവൻ അലയടിക്കണം, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ആ സമയത്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിങ്കി കയ്യിലിട്ട് ഉരുട്ടിക്കൊണ്ടിരുന്ന കത്തി വെച്ച് കൈ മുറിഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പം എന്താ പിങ്കി എന്ന് ചോദിച്ചു. കൈ മുറിഞ്ഞെന്ന് പറഞ്ഞു. അയ്യോ ഒത്തിരി മുറിഞ്ഞു, അത് സാരമില്ലെന്ന് പറഞ്ഞു. പിങ്കി ഇങ്ങനെ നിൽക്കുക. രക്തമാണ് കണ്ടിരിക്കുന്നത്, ശുഭലക്ഷണമാണ് എന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് എന്നെ ചെറിയച്ച എന്ന് വിളിക്കാൻ ഒരാൾ വരട്ടെ എന്ന് നമ്മുടെ അർജുനും അങ്ങ് പറഞ്ഞു കേട്ടോ. ആ സമയം നമ്മുടെ നന്ദയുടെ പഠിത്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി കളി കളിച്ചത്. പക്ഷേ ഉർവശി ശാപ് ഉപകാരമായെന്ന് പറഞ്ഞതുപോലെയായി നമ്മുടെ ലക്ഷ്മിക്ക്. ഈ സമയം തുള്ളിച്ചാടി പിങ്കി റൂമിലേക്ക് കയറി പോകുമ്പോൾ അർജുൻ പിന്നാലെ ചെന്നു താങ്ക്സും പറഞ്ഞു. എന്താന്ന് ചോദിച്ചപ്പോൾ വലിയൊരു ഉപകാരമല്ലേ താൻ ചെയ്തത്, നന്ദയുടെയും ഗൗതമേട്ടൻ്റെയും കാര്യം വലിയമ്മയോട് പറഞ്ഞു കൊടുത്തത്. ഓ പരിഹസിച്ചതാണല്ലേ എന്ന് പിങ്കി. ഞാൻ സതുദ്ദേശത്തിൽ തന്നെ പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞപ്പം ഓ ഇപ്പം അങ്ങനെയൊക്കെ ആയോ എന്ന് ചോദിച്ചു. അപ്പോൾ സംശയം എന്താ, അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. ഒരാൾ നല്ല കാര്യം ചെയ്തതെന്ന് ബോധ്യപ്പെട്ട അഭിനന്ദിക്കണം, അല്ലാതെ താങ്ക്സ് പറയുകയല്ല എന്ന് പറഞ്ഞു. അതെ തന്നോട് താങ്ക്സ് പറഞ്ഞത് താൻ ചെയ്തത് നല്ല ഉദ്ദേശമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പം പിങ്കി ഇങ്ങനെ നോക്കുക കേട്ടോ. എന്തുദ്ദേശത്തിൻ്റെ പേരിലായാലും ഇപ്പം പിങ്കി കാരണമാണ് ഗൗതമേട്ടനും നന്ദയ്ക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നത്. ആ ഒരു കാരണത്തിലാണ് ഞാൻ നന്ദി പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ കൺഗ്രാറ്റ്സ്, അത് പിങ്കിക്ക് തരാനുള്ളതല്ല നന്ദയ്ക്ക് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞു. പിങ്കി ഇങ്ങനെ നോക്കുക. എൻ്റെ ഗൗതമേട്ടൻ്റെ കുഞ്ഞ് നന്ദയുടെ വയറ്റിൽ വളർന്ന് തുടങ്ങും എന്ന് നമ്മുടെ അർജുൻ തൻ്റെ ഇടത്തോടെ പിങ്കിയോട് പറയുന്നപ്പോഴത്തേക്കും പിങ്കിയുടെ കണ്ണിങ്ങനെ വിടർന്ന് വന്നു. അന്ന് നന്ദയുടെ 2 കൈയും കൂട്ടിപ്പിടിച്ച് മനസ്സ് നിറഞ്ഞ് ഞാൻ പറയും കൺഗ്രാറ്റ്സ് എന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ട് പിങ്കിക്കങ്ങ് സഹിക്കുന്നില്ല. സത്യം പറയാലോ പിങ്കി, ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിതാ പിങ്കി, ഗൗതമേട്ടൻ്റെയും നന്ദയുടെയും കുഞ്ഞിനെ കാണണം, ലാളിക്കണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോഴും അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുക. പിങ്കിയുടെ ഭാവമാറ്റമൊക്കെ നമ്മുടെ അർജുന് മനസ്സിലാകുന്നുണ്ട്. അർജുൻ പൊട്ടനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ അവരുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കുകയാണല്ലോ, അതിന് കാരണക്കാരിയായതിന് ഒരിക്കൽ കൂടി നന്ദിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ അവിടെ നിന്ന് പോയി.
പിങ്കി ഇങ്ങനെ അവിടെ ഭ്രാന്തിയെ പോലെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ അവർ ഒരുമിച്ച് ജീവിപ്പിക്കില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് കൂട്ടുകാരിയെ വിളിച്ചു. നീ എവിടെയാ സാന്ദ്ര, ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞു. എന്നിട്ട് കൂട്ടുകാരിയുടെ A to Z കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പിങ്കി പറഞ്ഞൊക്കെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചാന്ദ്ര നിൽക്കുന്നു. അപ്പോൾ 2 കീടങ്ങളും കൂടി അടുത്ത പണി ഒപ്പിക്കുന്നിടത്ത് എടി എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവർക്കും നന്ദി.